ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം 11ഓളം ടൈം സോണുകളുള്ള ഒരു രാജ്യം. അതെ, റഷ്യയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ 2025 റഷ്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളും എന്തൊക്കെയാണ് ഇന്ത്യക്കാർക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ, ഇതുപോലുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വിസയിലേക്ക് കിടക്കാം. ഇപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് വിസ ഉള്ളത്. ഷോർട്ടർ ഡേയ്സ്, അതായത് 16 ദിവസത്താണ് ഈ വിസക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിക്കർ വിസയ്ക്ക് എംബസിയിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അതിന്റെ ഡോക്യുമെന്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഈ വിസയെ കുറിച്ചാണ്. ഈ വിസ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ കയറാം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് നിങ്ങളുടെ ഒരു ന്യൂ ആപ്ലിക്കേഷനിൽ ഫോംസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഇൻഷുറൻസിന്റെ ഒരു ഇൻഷുറൻസ് പോളിസി നമ്പർ എൻ്റർ ചെയ്യണം. അതുപോലെ ഒരു ഹോട്ടൽ അക്കോമഡേഷനും കൊടുക്കണം. മാൻഡേറ്ററി ഇല്ല, ഹോട്ടൽ കൺഫർമേഷൻ വേണമെന്നല്ലോ. ഏതെങ്കിലും ഒരു ഹോട്ടലിലെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുത്താൽ മതി. ഇത് വെറും 4 ദിവസം കൊണ്ട് നമുക്ക് ഈ വിസ കിട്ടും. $52 ഇതിന്റെ കോസ്റ്റ് വരുന്നത്. അതായത് 4200 രൂപ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഷ്യയിലേക്കുള്ള വിസ കിട്ടും. നിങ്ങൾ ഒരു ഏജൻസിയോ കാര്യങ്ങളോ എംബസിയിലോ ഒന്നും പോയി നിൽക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വെരി ഈസി. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള എന്റെ യൂട്യൂബിൽ കാണിക്കാം. റഷ്യയിൽ എവിടെയൊക്കെ പോകണമെന്നും റഷ്യൻ ഐറ്റിനറിയും റഷ്യയുടെ കോസ്റ്റും ഒക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ഇടുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.